ലൈംഗികാതിക്രമ കേസിൽ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള ലൈംഗികാതിക്രമ കേസിലെ നിർണായക തെളിവായ കാരവൻ അത് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ കാരവന്റെ ദൃശ്യങ്ങളാണ്. 24 എക്സ്ക്ലൂസീവായി പകർത്തിയ കാരവന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കാരവൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ കാരവൻ. നേരത്തെ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഈ കാരവൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്, ഈ 2 കാരവനുകളാണ് സെറ്റിലുണ്ടായിരുന്നത്. 2 കാരവനും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് അത് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ തെളിവെടുപ്പ് അടക്കം നടത്തും. തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കേണ്ടതാണ്. ഈ കാരവനിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കേണ്ടതാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെയാണ് ഈ കാരവൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്തത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്ത് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാരവാനിൽ വെച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി. സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറാൻ പോകുന്നത് ഈ കാരവൻ തന്നെയാണ്. ഇതിൽ ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിശദമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ കാരവൻ പിടിച്ച് എടുത്തിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ ഒരു നടപടിയായിരുന്നു ഈ കാരവൻ പിടികൂടിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇത് സിനിമാ സെറ്റിലേക്ക് എത്തിയതാണ്. അവിടെ ഉള്ള ആരുടെയും സ്വന്തം കാരവൻ അല്ല, പുറത്തുനിന്ന് വാടകയ്ക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇതിന്റെ ഉടമയെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് സമയത്താണ്, എപ്പോഴാണ് കൊടുത്തത്, ഈ പരാതിയിൽ പറയുന്ന ദിവസം കാരവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെയൊക്കെ ശാസ്ത്രീയ തെളിവുകൾ സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി അതൊക്കെ അവിടെ അയാളുടെ മൊഴി കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാരവൻ രണ്ടും സിനിമാ സെറ്റിൽ, അതായത് ഫോർട്ടുകൊച്ചിയിൽ അന്ന് ഉണ്ടായിരുന്ന 2 കാരവനുകളും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് നാളെയും മറ്റന്നാളും ഒക്കെ അതിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ കാരവൻ ഇവിടെ ഉണ്ട്, അതായത് കാരവനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നാണ്. അതിപ്പോൾ അതിന്റെ നടപടിയിലേക്ക് നാളെ കടക്കും. ഇന്ന് പൂർണ്ണമായും ചോദ്യം ചെയ്യലായിരിക്കും. അതിനുശേഷം നാളെ ആയിരിക്കും ഈ തെളിവെടുപ്പ് ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്തിനെ ഇന്ന് രാവിലെയാണ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടത്. മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിടുന്ന ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഡീറ്റെയിൽഡ് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യകതയുണ്ട് എന്ന്, വിശദമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്കും കടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.